ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സ്വിസ് റോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാനായി തുടങ്ങിയല്ലോ, അപ്പോൾ ഞാൻ ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പി ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതാ ഒരു കോഴിമുട്ട വെച്ചിട്ടാണ് ഈ സ്വിസ് റോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കങ്ങനെ ഈ സ്വിസ് റോൾ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കുന്ന പാത്രങ്ങളിലൊന്നും വെള്ളമില്ലാതെ ശ്രദ്ധിക്കണം, അപ്പോൾ നമ്മൾ കേക്ക് നന്നാവത്തില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു വിസ്ക് എടുത്തിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബീറ്ററൊന്നും ഇല്ലാതെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതുപോലെ വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ തവി വെച്ചോ ഇതുപോലെ നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ പഞ്ചസാരയും മുട്ടയും നന്നായി മിക്സായി കിട്ടണം, എന്നാലേ നമ്മളെ കേക്ക് നന്നായി ബേക്കായി വരുള്ളൂ. പഞ്ചസാര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറും മൈദയും ഒരുമിച്ച് തരിച്ചെടുത്താൽ ഇതുപോലെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഫസ്റ്റ് ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നാക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. നന്നാക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, അതായത് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, സ്ലോയിൽ ഇളക്കി കൊടുക്കുക. മൈദ എല്ലാം കൂടി ഒരുമിച്ച് ഇടരുത്. ഇനി ബാക്കിയുള്ള മൈദയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം. ഈ ബാറ്ററിലേക്ക് 2 ടീസ്പൂൺ പാലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ നേരത്തെ ഇതിലേക്ക് സോൾട്ട് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഇവിടെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓണാക്കിയിട്ടില്ല. ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ലിഡ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ഇനിയാണ് ഞാൻ ഫ്ലെയിം ഓണാക്കുന്നത്. അപ്പോൾ ഇത് 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നാക്കി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ഏകദേശം ആവാനായി തുടങ്ങി. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ കേക്കിനെ ചൂടോടെ തന്നെ ഞാനൊരു സ്റ്റീൽ വൂൾ പേപ്പറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ തന്നെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടോടെ തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുത്താലേ കേക്ക് നന്നായി പൊട്ടാതെ റോളായി കിട്ടുള്ളൂ.
അതുപോലെ നന്നാക്കി ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിലേക്ക് 2 ഡ്രോപ്പ് മാംഗോൻ്റെ എസെൻസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഏത് എസെൻസ് ആയാലും മതി, വാനിലേൻ്റേതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ 2 ഡ്രോപ്പ് മാംഗോ എസെൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അല്ലേ. ഇപ്പോൾ ഇത് നമ്മുടെ കേക്ക് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ ക്രീം നന്നാക്കി എല്ലായിടത്തും നല്ലവണ്ണം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ടൈറ്റായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് നന്നാക്കി തണുപ്പിച്ചെടുക്കണം. അതുപോലെ നന്നാക്കി ടൈറ്റായിട്ട് റോൾ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഏറ്റവും നല്ലത്. കേക്ക് ഐറ്റംസൊക്കെ നല്ല തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇവിടെ സ്വിസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്വിസ് റോൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ എടുത്ത അതേ അളവിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ കുറച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന സ്വിസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും തയ്യാറാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.